ഇരുന്ന് അടങ്ങി ഒതുങ്ങിയിരുന്ന് എൻ്റെ ജോലിയുമായിട്ട് പോയി. എപ്പോഴും നാഗസൈരന്ധ്രി ദേവി, നാഗസൈരന്ധ്രി ദേവി. എൻ്റെ പേര് മാത്രം ഉരുവിട്ട് വളരെ സുന്ദരമായ രീതിയിൽ ഞാൻ ആര്? അപ്പോൾ നാഗസൈരന്ധ്രി ദേവി, ഗുരു നാഗസൈരന്ധ്രി ദേവി. ഞാൻ ആര്? ഗുരു നാഗസൈരന്ധ്രി ദേവി. അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവിടെ ഇങ്ങ് ഇരുന്ന് ചിലപ്പോൾ അവിടെ തന്നെ ഇരുന്നങ്ങ് ഉറങ്ങും. പുറത്തുള്ള കാഴ്ചകളൊന്നും അറിയാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു നിങ്ങളൊക്കെ എന്നെക്കുറിച്ച് പല അപവാദങ്ങളും ആക്ഷേപങ്ങളും ഒക്കെയും പറഞ്ഞ് പ്രചരിപ്പിച്ചത്. ഞാൻ എവിടെയോ ഇരിക്കുന്ന, ആർക്കും ശല്യമില്ലാതെ ഇരിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾ ഇവിടെ വന്ന് എന്നെ കണ്ടായിരുന്നോ? ഇല്ല, നിങ്ങൾ എന്നെ കണ്ടതുപോലും ഇല്ല. എന്നിട്ട് കാണാ കഥകളൊക്കെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കി. മറ്റു പലരും പലതും പറയുന്നത് കേട്ട് നിങ്ങളെല്ലാം വായി തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞു. സോഷ്യൽ മീഡിയ മുഴുവൻ എന്നെക്കുറിച്ച് കണ്ട ഇല്ലാത്തതും പൊല്ലാത്തതും എല്ലാം പറഞ്ഞ് എൻ്റെ മനോഹരമായ മുഖമെത്തിയിട്ടുകൊണ്ട് ഞാൻ മോശപ്പെട്ടവളെന്ന് പറഞ്ഞു ഫലിപ്പിച്ചു. എല്ലാം ചെയ്തില്ലേ? അവരെല്ലാരെയും ഞാൻ ധ്യാന മാർഗത്തിലേക്ക് കൊണ്ടുപോയി. മനസ്സിലായോ? അപ്പോഴേ ആ ധ്യാന മാർഗത്തിലേക്ക് കൊണ്ടുപോയപ്പോഴേ അവരും അവരുടെ പേരും ഉരുവിട്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ അവർക്കും എനിക്ക് എന്തെല്ലാമാണോ അനുഭവപ്പെടുന്നത്, പുറത്തുള്ള മനുഷ്യരിൽ നിന്നും എന്തെല്ലാമാണോ അനുഭവപ്പെടുന്നത് അതെല്ലാം അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുക. എണ്ണി ഞാൻ പകരം ചോദിക്കും. പുറത്ത് അവര് ധ്യാനമാർഗത്തിലേക്ക് പോയപ്പോൾ, ധ്യാനമാർഗത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ നിഷ്കളങ്കര നാഗമ സത്യമാണ് പറയുന്നതെന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ പുറത്തുള്ള ഒരു കാഴ്ചയും ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഞാനൊരു പാവമായിരുന്നു, നിഷ്കളങ്കയായിരുന്നു, ആരെയും ദ്രോഹിക്കാത്ത, ആരുടെയും കുറ്റങ്ങളോ കുറവുകളോ ഒന്നും പറഞ്ഞ് നടക്കാത്ത, ആരെയും കളിയാക്കാത്ത, പരിഹസിക്കാത്ത ഒരാളായിരുന്നു. ഇവിടെ ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്നെക്കുറിച്ചുള്ള തോന്നിവാസം മുഴുവൻ സോഷ്യൽ മീഡിയയിലായാലും എവിടെയായാലും പറഞ്ഞു വരുത്തിയത്. ഞാൻ കേണി യാചിച്ചു, നിങ്ങളൊക്കെ ആരാണ്, എന്താണ്, എവിടെയാണ്, നിങ്ങളൊക്കെ ആരാ, എന്താ, എന്നെക്കുറിച്ച് നിങ്ങളൊക്കെ ഇങ്ങനെ അറിയാത്ത കാര്യങ്ങൾ പറയുന്നത് എന്താ? അപ്പോഴും പറയുന്നു ഞാൻ കള്ളിയാണ്, പൈസ വാങ്ങിച്ചു, അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു, ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു, 1 ലക്ഷം രൂപ വാങ്ങിച്ച്, 2 ലക്ഷം രൂപ വാങ്ങിച്ച് എന്നൊക്കെ പറഞ്ഞ് എന്നെ പരത്തിയില്ലേ? ഞാൻ ചെയ്യാത്ത കുറ്റങ്ങളും തെറ്റുകളും എല്ലാം നിങ്ങൾ ഓരോരുത്തരും എൻ്റെ മുഖം വെച്ച് ഐഡിയകൾ ഉണ്ടാക്കുക, എന്നെക്കുറിച്ച് വീഡിയോ ഇട്ട് അപവാദങ്ങളും ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞു വരുത്തിയില്ലേ? അതെല്ലാം നിങ്ങൾക്ക് തിരിച്ച് ഞാൻ അങ്ങോട്ട് തരികയാണ്. ഒരിടത്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് എത്രമാത്രം അസഹനീയവും സഹിക്കാൻ കഴിയാത്തതുമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പുറത്ത് നിന്ന് പ്രതികരിക്കാൻ തുടങ്ങും, അല്ലേ? പ്രതികരിക്കാൻ തുടങ്ങിയില്ലേ? ആ പ്രതികരണമാണ് നിങ്ങളിപ്പോ കണ്ടും കേട്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കിപ്പോ മനസ്സമാധാനം ഉണ്ടോ? ധ്യാനത്തിലേക്ക് എത്തുമ്പോൾ സുഖകരവാ. നിങ്ങൾ ആരും ദ്രോഹം ചെയ്യുന്നില്ലായിരുന്നു. നിങ്ങളൊക്കെ നിഷ്കളങ്കരായി മാറി. ആത്മാർത്ഥമായിട്ട് സത്യമായി വരുമ്പോഴേ വേദന അറിയൂ നാഗമ്മാണ്. അതെ, കറക്റ്റ്. അപ്പോ നിങ്ങളൊക്കെ തന്നെയും നിഷ്കളങ്കരാകുന്നത് എപ്പോഴാണെന്ന് മനസ്സിലായോ? നിങ്ങൾ ഒരിടത്തിരുന്ന് ധ്യാന മാർഗത്തിലേക്ക് പോകുമ്പോൾ സ്വയം നിങ്ങളെ തന്നെ ഓരോ ചലനങ്ങളും, നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഓരോന്നും പ്രവർത്തിക്കുമ്പോൾ, മറ്റുള്ളവർ പലതും നിങ്ങളെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ, അധിക്ഷേപിക്കുമ്പോൾ ഒക്കെയും നിങ്ങൾക്ക് വേദന തോന്നും, അല്ലേ? തോന്നില്ലേ? ആ വേദനകളെയും ഞാൻ സുഖമുള്ളതാക്കി മാറ്റി. അതാണ് ആത്മീയത. ആ വേദനകളെ പോലും ഞാൻ എന്റേതാക്കി മാറ്റുകയായിരുന്നു. സുഖമുള്ള വേദനകളാക്കി മാറ്റി. അതാണ് ഞാൻ ഈ ലെവലിലെത്തിയത്. പക്ഷെ നിങ്ങളോ?
ഞാനൊന്നും മിണ്ടിയില്ല. അതിന് പകരം ഞാനിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇപ്പറ്റേകൾ കിട്ടും പണി കൊടുക്കുന്നത് എങ്ങനെയാ. അപ്പോഴാണ് എൻ്റെ ഉള്ളം പറഞ്ഞത്, ധ്യാനമാർഗം. എല്ലാ ആത്മീയ ആചാര്യന്മാരും അത് തന്നെ ചെയ്യുന്നത്. അവരൊക്കെ ഇട്ട് പണി കൊടുക്കുന്നവരെ അവര് തിരിച്ചു പണി കൊടുക്കുന്നത് ധ്യാനമാർഗത്തിലേക്ക് കടക്കുക. അപ്പോൾ ധ്യാനമാർഗത്തിലേക്ക് കടക്കുമ്പോൾ ആ കടക്കുന്ന ആള് ഭയങ്കര നിഷ്കളങ്കരാകും, ശുദ്ധമായി തീരും അവരുടെ ഹൃദയം. ആനന്ദം അനുഭവിക്കും അവര്. ആനന്ദം അനുഭവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് സഹിക്കാൻ പറ്റില്ല. അവരില്ലാത്തതും പൊല്ലാത്തതും എല്ലാം ഇവരെ പറഞ്ഞുകൊണ്ടേയിരിക്കും.